നമസ്കാരം. പ്രധാന വാർത്തകൾ. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി. റോഡുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ നീക്കണമെന്നും നിരീക്ഷണത്തിനായി പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നും സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിറക്കി. ദേശീയപാത അടക്കം റോഡുകളിൽ നിന്ന് കന്നുകാലികൾ, നായ്ക്കൾ എന്നിവ അടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം. ഇതിന് സർക്കാരുകളും ദേശീയപാത അതോറിറ്റികളും നടപടി സ്വീകരിക്കണം. മൃഗങ്ങളെ കണ്ടെത്താൻ പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണം. സർക്കാർ ഓഫീസുകൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കാൻ എല്ലാ സംസ്ഥാന സർക്കാരുകളും നടപടി സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞു. ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. ഛായാഗ്രാഹകൻ സമീർ താഹിറും പ്രതി. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഛായാഗ്രാഹകൻ സമീർ താഹിറും പ്രതി. കേസിൽ കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ മൂന്നാം പ്രതിയാണ് സമീർ. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ് മറ്റു പ്രതികൾ. സമീറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് സംവിധായകർ പിടിയിലായത്. ലഹരി ഉപയോഗം സമീർ താഹിറിന്റെ അറിവോടെയാണെന്നാണ് എക്സൈസ് പറയുന്നത്. ഏപ്രിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് സമീറിന്റെ ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയത്. കേസിൽ 4 പ്രതികളാണുള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ച. തെക്കേനടയിൽ മോക്ക് ബോംബ് വെച്ച് മടങ്ങിയിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല. മോക്ക് ഡ്രില്ലിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായത്. ക്ഷേത്രത്തിന്റെ തെക്കേനടയിൽ മോക്ക് ബോംബ് വെച്ച് മടങ്ങിയിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒന്നും അറിഞ്ഞില്ല. സംഭവത്തിൽ വൻ സുരക്ഷാ വീഴ്ചയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് വിമർശനം. നിലമ്പൂരിൽ സാരി ചക്രത്തിനിടയിൽ കുടുങ്ങി ബൈക്ക് യാത്രക്കാരി മരിച്ചു. നിലമ്പൂർ പോത്തുകല്ല് സ്വദേശി പത്മിനിയാണ് മരിച്ചത്. മകനൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ് അപകടമുണ്ടായത്. സാരി കുടുങ്ങിയതോടെ ബൈക്കിന്റെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പരിക്കേറ്റ പത്മിനിയെ നിലമ്പൂർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ മോഷണം. കൊച്ചി കല്ലൂരിലെ വാടക വീട്ടിലാണ് മോഷണം നടന്നത്. തട്ടിപ്പ് വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് ഈ വീട്ടിലായിരുന്നു. പരോളിലുള്ള മോൺസണുമായി പോലീസ് ഈ വീട്ടിൽ പരിശോധന നടത്തുകയാണ്. നഷ്ടപ്പെട്ടത് 20 കോടിയുടെ വസ്തുക്കളെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. 2 ആഴ്ചയ്ക്കുള്ളിലാണ് മോഷണം നടന്നത്. CCTV പൊളിച്ചുമാറ്റിയാണ് മോഷണം നടന്നിരിക്കുന്നത്. വീടിന്റെ ഉടമസ്ഥർ പരാതി നൽകിയിട്ടുണ്ട്. മോൺസൺ മാവുങ്കലും പരാതി നൽകുമെന്ന് മോൺസന്റെ അഭിഭാഷകൻ അറിയിച്ചു. കേരള സർവകലാശാലയിൽ PhD വിദ്യാർത്ഥിക്ക് നേരെ ജാതി അധിക്ഷേപമെന്ന് പരാതി. സംസ്കൃത വകുപ്പ് മേധാവി CN വിജയകുമാരിയാണ് PhD വിദ്യാർത്ഥിയായ വിപിൻ വിജയന് നേരെ ജാതി അധിക്ഷേപം നടത്തിയത്. MPhilൽ തന്റെ ഗൈഡായിരുന്ന അധ്യാപിക തനിക്ക് സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയില്ലെന്ന റിപ്പോർട്ട് സർവകലാശാലയ്ക്ക് നൽകിയെന്നും വിദ്യാർത്ഥി ആരോപിക്കുന്നു. തനിക്ക് PhD ലഭിക്കുന്നത് കാണണമെന്ന് പറഞ്ഞ് അധ്യാപിക ഭീഷണിപ്പെടുത്തിയെന്നും പുലയന്മാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതമെന്ന് വിജയകുമാരി പറഞ്ഞെന്നും വിദ്യാർത്ഥി ആരോപിച്ചു. സംഭവത്തിൽ വൈസ് ചാൻസലർക്കും കഴക്കൂട്ടം SP-ക്കും വിപിൻ പരാതി നൽകിയിട്ടുണ്ട്. ഡിവൈഡർ തകർത്ത സംഭവം. അനിൽ അക്കരയ്ക്കെതിരെ കേസെടുത്ത പോലീസ്. BNS 324(4) പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 19,160 രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് FIR-ലുള്ളത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ് ചുമത്തിയത്. മുതുവറ ക്ഷേത്രത്തിലേക്കുള്ള വഴി ഡിവൈഡർ വെച്ച് അടച്ചു എന്നാരോപിച്ചാണ് അനിൽ അക്കര ഡിവൈഡർ തകർത്തത്. പിന്നീട് പോലീസ് കാവലിൽ കരാർ കമ്പനി ഡിവൈഡർ വീണ്ടും കെട്ടിയിരുന്നു. ബസിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം. SDPI നേതാവ് അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ കോതപറമ്പ് സ്വദേശി MK ഷമീറാണ് അറസ്റ്റിലായത്. എറണാകുളം കൊടുങ്ങല്ലൂർ KSRTC ബസ്സിൽ യാത്ര ചെയ്തിരുന്ന പെൺകുട്ടിക്ക് നേരെയായിരുന്നു ദുരനുഭവം. പെൺകുട്ടി പരാതിപ്പെട്ടതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ബസ് ജീവനക്കാരും സഹയാത്രികരും ചേർന്ന് ഇയാളെ കൊടുങ്ങല്ലൂർ പോലീസിന് കൈമാറുകയായിരുന്നു. മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ഷമീർ. K. ജയകുമാർ IAS തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാകും. അന്തിമ തീരുമാനം നാളെ. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരമാണ് K. ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പേര് നിർദ്ദേശിച്ചത്. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് കൂടുതൽ സ്വീകാര്യനായ മുൻ ചീഫ് സെക്രട്ടറിയും ബഹുമുഖ പ്രതിഭയുമായ മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. മാവേലിക്കര KSCB ഓഫീസിൽ തെരുവുനായ ആക്രമണം. 2 പേർക്ക് പരിക്ക്. KSCB സബ് ഡിവിഷന്റെ ഭാഗമായുള്ള സ്റ്റോറിലെ സബ് എഞ്ചിനീയർക്കും ഡ്രൈവർക്കുമാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. KSCB മുൻ ഉദ്യോഗസ്ഥനും നിലവിൽ സ്റ്റോറിലെ കരാർ വാഹനത്തിലെ ഡ്രൈവറുമായ ചെന്നിത്തല ചെറുകോൽ ശ്രീനിലയത്തിൽ C. അശോക് രാജ്, സ്റ്റോറിലെ കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന സബ് എഞ്ചിനീയർ കണ്ടിയൂർ കൃപാനിധിയിൽ നന്ദനമോഹൻ എന്നിവർക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇതേ നായ കോടതിക്ക് സമീപം വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും ആക്രമിക്കാൻ ചെന്നതായി നാട്ടുകാർ പറയുന്നു.